കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 3 ആണ്. ഗൈസ്, ഈ ഒരു സീരീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും റിലീസ് ചെയ്തിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ കുറവാണ്. നമ്മുടെ വീഡിയോസ് ഒന്നും അധികം ലൈക്സ് ഒന്നും കിട്ടുന്നില്ല. സോ ഈ വീഡിയോക്ക് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ പേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്യാനും മറക്കണ്ട. കാര്യം നമുക്ക് ഉടനെ തന്നെ 20K അടിക്കാവുന്നതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും ഈ വീഡിയോ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ തുടങ്ങുവാണ്. സോ ലൈക്ക് ചെയ്യാൻ ഇപ്പോഴും മറക്കണ്ട കേട്ടോ. റസംഗാൻ ഉസൂഹിക്കോ, അതെന്താണ്? ഇത് പറയാൻ നേരത്ത് നമ്മുടെ ബൊറൂട്ടോ പതുക്കെ നടന്ന് കോഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ബൊറൂട്ടോയുടെ കൈന്റെ ചുറ്റിനും എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ പ്രത്യേകിച്ച് റസംഗാനൊന്നും കാണാൻ സാധിക്കുന്നില്ല. കോഡ് ആലോചിക്കുന്നുണ്ട്, ഇത് ഇനി എങ്ങാനോ അവന്റെ വാനിസിംഗ് റസംഗാനാണോ? അതാകാൻ ചാൻസ് ഇല്ല, അത് ലോങ് ഡിസ്റ്റൻസ് അറ്റാക്കിന് വേണ്ടി. അങ്ങനെ നമ്മുടെ കോഡ് ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ബൊറൂട്ടോയുടെ പുറകിൽ കുറച്ചധികം ക്ലോ മാർക്സ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് കോഡ് വന്ന് ബൊറൂട്ടോയുടെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. പിന്നിൽ നിന്നുകൊണ്ട് തന്നെ ബൊറൂട്ടോനെ അറ്റാക്കിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് ബൊറൂട്ടോ ഡോഡ്ജ് ചെയ്തിട്ട് തിരിഞ്ഞ് തന്റെ റസംഗാൻ കൊണ്ട് നമ്മുടെ കോഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. എന്നാൽ കോഡാവട്ടെ അത് തന്റെ കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ബൊറൂട്ടോയുടെ നേരെ ചെല്ലാൻ നിർത്ത് തന്റെ സോഡ് കൊണ്ട് ബൊറൂട്ടോ അത് ബ്ലോക്കും ചെയ്യും. നിന്നെ കണ്ടിട്ട് ഈ ഒരു ജുഡ്സിന്റെ മേലിൽ നിനക്ക് അധികം കോൺഫിഡൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ നിന്നോട് കുറെ വട്ടം പറഞ്ഞു, നിന്നെ കൊല്ലുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ പകുതി ചെയ്ത് കഴിഞ്ഞു. ഇത് പറയാൻ നേരത്തെ നമ്മുടെ ബൊറൂട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എയർ സർക്കുലേഷൻ പതുക്കെ കോഡിന്റെ ശരീരത്തേക്ക് കയറും. കോഡാട്ടെ പെട്ടെന്ന് കൈ വലിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് എന്തുവാണ് എന്റെ കൈന്റെ ചുറ്റും? ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ, നീ എന്തുവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കോഡ്, ഞാൻ വീണ്ടും പറയുവാണ്, നിനക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടെ തരുവാണ്. ഇതിന്റെ ലാസ്റ്റ് വാർണിംഗ് ആയിരിക്കും. നീ എന്നെ 10 ടെയിൽസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. തമാശയാണോ ബൊറൂട്ടോ? അതും നീ എന്നെ കൊല്ലുവന്നോ? എന്നെ ചിരിപ്പിക്കല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോഡ് നമ്മുടെ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബൊറൂട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഡോഡ്ജ് ചെയ്ത് മാറി. ബൊറൂട്ടോയുടെ നേരെ തന്നെയാണ് കോഡ് വന്നതെന്നുണ്ടെങ്കിലും ബൊറൂട്ടോ ഡോഡ്ജ് ചെയ്ത് മാറിയത് കാണുന്നത് പുള്ളിക്കാരന് വളരെയധികം അത്ഭുതം തോന്നി. കോഡ് നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ബൊറൂട്ടോ പുറകിൽ കൂടെ നേരെ വന്ന് അറ്റാക്കും ചെയ്യും. എന്നിട്ടും ബൊറൂട്ടോനെ ഒന്നും തൊടാൻ പോലും സാധിച്ചില്ല. അവന്റെ മൂവ്മെന്റ്സ് അത് ഡോഡ്ജ് ചെയ്യുന്നതല്ല, അത് ഗെഞ്ചുട്സു അല്ല, പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബൊറൂട്ടോനെ നോക്കി നിൽക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ കോഡിന്റെ പുറകിലേക്ക് നമ്മുടെ ബൊറൂട്ടോ വന്നിട്ട് പുള്ളിക്കാരൻ നമ്മുടെ കോഡിന്റെ വയറ്റത്ത് ഒരു അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അത് പറയുകയും ചെയ്യും, റസംഗാൻ ഉസൂഹിക്കോ. ബൊറൂട്ടോയുടെ കാലിൽ നിന്ന് ശരീരം വരെ ഈ എയർ സർക്കുലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ഒരുമിച്ച് നമ്മുടെ കോഡിന്റെ ശരീരത്തേക്ക് കയറും. കോഡായിട്ട് കിടന്ന് കാണുന്നതുകൊണ്ട് തെറിച്ച് പോകുന്നുണ്ട്. അതൊരു ബേസിക് ജുഡ്സു അല്ലേ? ഇതും നോർമൽ റസംഗനുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളതെന്ന് നമ്മുടെ എയുടെ ചോദിക്കുന്നുണ്ട്. ബൊറൂട്ടോ ആണല്ലേ ഇപ്പൊ ഇവിടെ കുലുങ്ങാനുള്ള കാര്യം? അല്ല, ഇവിടെ മാത്രമല്ല, ഈ ഭൂമി തന്നെ കുലുങ്ങാനുള്ള കാര്യം. അവൻ ചെയ്ത അറ്റാക്ക് പ്ലാനറ്ററി സ്പിൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാനറ്ററി സ്പിന്നോ? നീ എന്തുവാണ് ഈ പറയണത്? അതെ, പക്ഷേ പകുതി മാത്രം. എന്നിട്ട് നമ്മുടെ ബൊറൂട്ടോയുടെ കോഡിന്റെ ഫൈറ്റിലേക്ക് തിരിച്ചു വരും. ആ ഒരു അറ്റാക്ക് നീ ഡയറക്റ്റ് കൊണ്ടിട്ടും ഇങ്ങനെ നേരെ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ ഒരു സമയത്ത് കോഡിന്റെ ചുറ്റിനും എന്തോ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നുണ്ട്. കോഡ് ആലോചിക്കുന്നുണ്ട്, എന്താണ് ഇതെല്ലാം കടന്ന് കറങ്ങുന്നത്? പതുക്കെ പുള്ളിക്കാരന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് നേരെ താഴത്തേക്ക് വീഴും. പതുക്കെ ബൊറൂട്ടോ കോഡിന്റെ അടുത്തേക്ക് നടന്നു വരും. നീ എന്തുവാണ് ഇപ്പൊ കാണിച്ചത്? നീ പേടിക്കണ്ട, നീ അത് എൻജോയ് ചെയ്യാൻ നോക്ക്. നീ നശിപ്പിക്കാൻ പോകുന്ന ഈ ഒരു പ്ലാനറ്റിന്റെ കൗണ്ടർ അറ്റാക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. നിന്റെ ശരീരത്തോടെ നിർത്താതെ കറങ്ങുന്ന ആ ഒരു പവർ അല്ലേ, അത് ഒരിക്കലും നിൽക്കത്തില്ല. ഈ ഭൂമി ഒരിക്കലും കറക്കം നിർത്താത്തത്. കോഡിന് നമ്മുടെ ബൊറൂട്ടോനെ നേരെ കാണാൻ സാധിക്കുന്നില്ല. ബൊറൂട്ടോ ഓരോന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും അത് പകുതി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. അപ്പൊ തന്നെ കോഡ് എഴുന്നേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് വീണ്ടും താഴത്തേക്ക് വീഴും. അതൊക്കെ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ കോഡിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു റസംഗാൻ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് നിന്റെ ഫ്രണ്ടിൽ 2 ചോയ്സേ ഉള്ളൂ. നിനക്കിവിടെ നിന്റെ മരണം കാത്തിരിക്കാം, ഇഞ്ചിഞ്ചായിട്ട് പതുക്കെ മരിക്കാം. 2 10 ടെയിൽസിനെ എനിക്ക് തന്നിട്ട് നീ ജീവിക്കാൻ നോക്ക്. ഏതൊരു മന്ദബുദ്ധിയോട് ഇത് ചോദിച്ചാലും അവര് ഒരു പർട്ടിക്കുലർ ആൻസർ മാത്രമേ പറയത്തുള്ളൂ. സോ നീയും അത് തന്നെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് ബൊറൂട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കും. അത് മറ്റാരുമില്ലായിരുന്നു, കവാക്കി ആയിരുന്നു. കവാക്കി നേരെ വന്ന് ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ ആകട്ടെ അത് ഡോഡ്ജ് ചെയ്ത് മാറുകയും ചെയ്യും. കവാക്കി മാത്രമല്ലായിരുന്നു, പുള്ളിക്കാരന്റെ കൂടെ ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് നമ്മുടെ ഹിമാവാരി ഉണ്ട്. ഹിമാരി വിളിക്കുന്നുണ്ട്, ബൊറൂട്ടോനെ കണ്ട നമ്മുടെ കവാക്കി ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഷീക്കട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഇവിടെ കൊണോയിൽ കാര്യം? നീ കോഡുമായിട്ട് എന്താണ് സംസാരിക്കുന്നത്? ഞാനിപ്പോ അവനുമായിട്ട് ഒരു ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആരും ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് വളരെ വലിയ ഉപകാരമായ. ഈ ഒരു സമയത്ത് കോഡ് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളിക്കാരെ ക്ലോ മാക്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കവാക്കി അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട്. നമ്മുടെ ഷിക്കമാറു കവാക്കിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാമല്ല, പക്ഷെ കോഡ് ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാതെ ഇവിടെ കിടപ്പുണ്ട്. അത് മാത്രമല്ലാതെ അവനെ എനിക്കിപ്പോ കൊല്ലാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നീ എത്രയും പെട്ടെന്ന് അവനെ കൊല്ലാൻ നോക്ക്. കവാക്കി മാറി നിൽക്കി, അവനെ നീ തൊട്ടുപോകരുത്. അതിന് നിനക്കെന്ത് അധികാരമുണ്ട് നീ എന്നോട് സംസാരിക്കാനായിട്ട്? നീ ഇവിടെ
ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അറിയാലോ, നീ എന്തായാലും മരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കോ ബൊറൂട്ടോ. എന്നാൽ പെട്ടെന്ന് കോഡിന്റെ അവിടുന്ന് ഒരു മോൺസ്റ്റർ വന്ന് നമ്മുടെ കവാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരും. കവാക്കി ആയിട്ട് ആ മോൺസ്റ്ററിനെ തന്റെ കൈ കൊണ്ട് കുത്തി നിർത്തുന്നുണ്ടെങ്കിലും ആ മോൺസ്റ്ററിന്റെ മുതുഭാഗത്തു കൂടെ നമ്മുടെ കോഡ് രക്ഷപ്പെടുകയും ചെയ്യും. ക്ലോഗ്രീംസ് എന്നാണ് ഇവരെ ഇപ്പൊ വിളിക്കുന്നത്. അവരുടെ സഹായത്തോടെ കൂടി കോഡ് രക്ഷപ്പെട്ടെന്നുള്ള കാര്യം ഷിക്കാമാറിനോടൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ അങ്ങനെ വാലും മടക്കി ഓടുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലോഗ്രീംസിനെ കൊല്ലാൻ നോക്കിക്കടാ. നീ നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നീ അത് പോയി ചെയ്യാൻ നോക്ക്. എനിക്ക് ഇവിടെ കുറച്ചധികം പരിപാടിയുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ സാരദ ആ ഒരു മരം ചെക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതൊരു മരമാണ്, പൂർണ്ണമായിട്ടും ഇതൊരു മരമായിട്ട് മാറി. ഇത് എന്തോ സംഭവം. ഈ ക്രീച്ചേഴ്സ് ഒരു ഓട്സുസുക്കിനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ ട്രീ ആയിട്ട് മാറും. പക്ഷേ ഇത് വേറെ എന്തോ ആണ്. ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയാൻ മേല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവനിപ്പോഴും മരിച്ചിട്ടില്ല. അവനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. 3 വർഷമായില്ലേ ബോറോ. നിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇതെന്താണ്, ഒരു ഊച്ചിക നിന്നെ ദത്തെടുത്തോ? നിന്റെ വർത്തമാനത്തിന് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ലല്ലോ. എന്തായാലും ഹിമവാരിനെ കണ്ടതിൽ എനിക്ക് സന്തോഷം. അവൾ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നീ മരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. കൊണോഹിൽ വെച്ച് മരിക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ സമയമായിട്ടില്ല. അങ്ങനെ ബോറോട്ടോയുടെ ഉടുപ്പിന്റെ അകത്തിരുന്ന ആ ഒരു ടോഡ് സംസാരിക്കുന്നുണ്ട്. ബോറോട്ടോ, നമ്മുടെ മിഷൻ കഴിഞ്ഞിരിക്കുന്നു. കോഡ് അവന്റെ ബേസിലേക്ക് തിരിച്ചു പോയി. അപ്പൊ ബോറോട്ടോ ചോദിക്കുന്നുണ്ട്, ടെൻഡൽസിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയില്ല? ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കോഡായിട്ട് പതുക്കെ നടന്ന് അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കോഡിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനില്ലേ, ആ പുള്ളിക്കാരൻ ഒരു ട്രീ ആയിട്ടുണ്ട്. അങ്ങനെ കോഡ് നോക്കാൻ നേരത്ത് അതിന്റെ അകത്ത് 10 ടൈൽസ് കിടപ്പുണ്ട് കേട്ടോ. 10 ടൈൽസിനെ കണ്ട് അവൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമൊന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ആവശ്യമുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.